ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് റിഫ്രാക്ഷൻ ത്രൂ പ്രിസമാണ്. സോ എന്താണ് പ്രിസം എന്ന് പറയുന്നത്? കണ്ടോ, ഇങ്ങനെ ഈ ഷേപ്പിൽ കാണുന്ന ഉണ്ടോ ഇതൊരു പ്രിസമാണ്. നിങ്ങൾ സ്കൂളിൽ ലാബിലായി കണ്ടിട്ടുണ്ട്, പ്രിസം കണ്ടിട്ടുണ്ട് അല്ലേ? സോ പ്രിസത്തിൻ്റെ ഒരു ബേസ് ഉണ്ട്. ഇതാണ് പ്രിസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സൈഡ്സാണ്, 3 സൈഡുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് പറഞ്ഞാൽ 4ാമത്തെ സൈഡ് ബേസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിസം എന്ന് പറയുന്നത്. ഇനി നോക്കുക, പ്രിസത്തിലേക്ക് ലൈറ്റ് വരാൻ പോവുകയാണ്. ഈ വരുന്ന ലൈറ്റിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻറ്റ് റേ. സോ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ വന്നു. അതെങ്ങനെ അങ്ങ് പോകേണ്ടതാണ്? ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെ പോകുമോ? ഇല്ല. ഇവിടെയാണെങ്കിൽ ഇതൊരു ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്, റെയർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ്. അപ്പോൾ ഒരു നോർമൽ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സർഫസിന് ഒരു നോർമൽ വരയ്ക്കാൻ പോവുകയാണ്. നമുക്ക് വ്യത്യസ്തമായ കളർ വരയ്ക്കാം. ഇതൊരു നോർമൽ ഇവിടെ വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാൻ നോർമൽ വരച്ചു. അപ്പോൾ ഇതാണ് നോർമൽ എന്ന് പറയുന്നത്. അപ്പം ഈ ആംഗിളാണ് ഇൻസിഡൻറ്റ് ആംഗിൾ. ശരിയാണോ? ഇത് നോർമലാണ്. സോ ഇത് ഇൻസിഡൻറ്റ് ആംഗിളാണ്. അപ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് നോർമലിലേക്ക് ബെൻഡ് ചെയ്യാൻ നോക്കും. കാരണം അത് ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. ലൈറ്റ് എന്ത് ചെയ്യും? നോർമലിലേക്ക് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കും. സോ ലൈറ്റ് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് എന്ത് ചെയ്യും? അത് നോർമലിലേക്ക് ബെൻഡ് ചെയ്യും. സോ ലൈറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നോർമൽ വരയ്ക്കാം. സോ ഞാൻ വീണ്ടും നോർമൽ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഇവിടെയും ഒരു നോർമൽ വരച്ചു. സോ ഇത് നോർമലാണ് കേട്ടോ, അതൊരു നോർമലാണ്. അപ്പോൾ ലൈറ്റ് നേരെ അങ്ങ് പോകേണ്ടതാണ്. ലൈറ്റ് എങ്ങനെ പോകേണ്ടതാണ്? ലൈറ്റ് ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്. അങ്ങനെ അങ്ങ് പോകുമോ? ഇല്ല. നോർമലിൽ നിന്നും അകന്ന് പോകാൻ നോക്കും. ഈ കാര്യം മനസ്സിലായോ ഇല്ലയോ? സോ ലൈറ്റ് എങ്ങനെ പോകേണ്ട ലൈറ്റാണ്? ലൈറ്റ് ഇങ്ങനെ അങ്ങ് പോകേണ്ട ലൈറ്റാണ്. പക്ഷേ ലൈറ്റ് അങ്ങനെ പോവുകയില്ല. പകരം ലൈറ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്താണ് പോകുന്നത്. സോ ലൈറ്റ് എങ്ങനെ പോയത്? ലൈറ്റ് ഇങ്ങനെയാണ് പോയത്. സോ ലൈറ്റ് ഇങ്ങനെ പോയതാണ്. എങ്ങനെ പോകേണ്ട ലൈറ്റാണ്? ഇങ്ങനെ പോകേണ്ട ലൈറ്റായിരുന്നു. ലൈറ്റ് അങ്ങനെ പോയില്ല. പകരം ലൈറ്റ് ഇങ്ങനെയാണ് പോയത്. സോ ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ഇങ്ങനെയാണ് പോയത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ സ്മോൾ ഡി. ഈ കാര്യം മനസ്സിലായോ? ഈ ആംഗിൾ പുറന്തള്ളിയ ഈ ആംഗിൾ പുറത്തു വന്ന ഈ റേ പുറത്തു വന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എമർജൻസ്. ഈ പുറത്തു വന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസ്. സോ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട 3 ആംഗിളാണ് പറഞ്ഞത്. ഇൻസിഡൻറ്റ് ആംഗിൾ പറഞ്ഞു, ഇതാണ് ഇൻസിഡൻറ്റ് ആംഗിൾ, ഇതാണ് ആംഗിൾ ഓഫ് എമർജൻസ്, ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട 3 ആംഗിൾ പറഞ്ഞു. ഇത്രയും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. കാര്യം ഈ ഒരു ഫിഗർ എന്ന് പറഞ്ഞാലാണ് ഈ ഒരു ഫുൾ ഡെറിവേഷൻ്റെ അല്ലെങ്കിൽ ഫുൾ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫിഗറിൽ നിന്നാണ്. സോ നമ്മൾ ഫിഗർ വളരെ വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഫിഗർ പഠിച്ചില്ലെങ്കിൽ നമുക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവത്തില്ല. സോ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇനി ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. നോക്കിയിരിക്കുക. സോ ഇതാണ് നമ്മളുടെ പ്രിസം എന്ന് പറയണത്. പ്രിസം കണ്ടോ? ഇനിയാണെങ്കിൽ ലൈറ്റ് റേ വരാൻ പോവുകയാണ്. സോ ഈ പ്രിസത്തിനാണെങ്കിൽ ഒരു ആംഗിളുണ്ട്, വ്യത്യസ്തമായ പ്രിസമുണ്ട്. ഈ പ്രിസത്തിൻ്റെ ആംഗിളാണ്, ഇതാണ് ആംഗിൾ എ. സോ പ്രിസത്തിൻ്റെ ആംഗിൾ എന്താണ്? എ എന്ന ആംഗിളുള്ള പ്രിസമാണ്. ആംഗിൾ ഓഫ് പ്രിസമാണ് എ. സോ ഇത് ബേസാണ്. ബേസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറയുന്നത്. നിങ്ങൾ സ്കൂളിലാണെങ്കിൽ 45 ഡിഗ്രി പ്രിസം കാണും, 60 ഡിഗ്രി പ്രിസം കാണും, അങ്ങനെ വ്യത്യസ്തമായ പ്രിസം കാണും. ആ പ്രിസത്തിൻ്റെ ആംഗിൾ മെഷർ ചെയ്യുന്നത് ബേസിൽ നിന്ന് അകലെയുള്ള ആംഗിളാണ് നോക്കുക. അതാണ് ആംഗിൾ ഓഫ് പ്രിസം. മനസ്സിലായോ? ഓക്കെ, ഇനിയാണെങ്കിൽ ഞാനൊരു ഇൻസിഡൻറ്റ് റേ എടുക്കാൻ പോവുകയാണ്. സോ ഞാനൊരു ഇൻസിഡൻറ്റ് റേ എടുക്കാൻ പോവുകയാണ്. ഇതെൻ്റെ ഇൻസിഡൻറ്റ് റേ ആണ്. ഇൻസിഡൻറ്റ് റേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഇൻസിഡൻറ്റ് റേ വരച്ചു. ഇതാണ് ഇൻസിഡൻറ്റ് റേ. സോ റേ ആണെങ്കിൽ ഇങ്ങനെ കടന്നു വരികയാണ്.
അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നോർമൽ വരയ്ക്കാം. ഞാൻ നോർമൽ വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാനിവിടെ നോർമൽ വരച്ചു. ഞാൻ വരച്ച നോർമലാണ് ഇത്. മനസ്സിലാവുണ്ടോ? ഇതാണ് ആംഗിൾ, ഇൻസിഡൻറ്റ് ആംഗിൾ. ഐ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ആംഗിളാണിത്. അപ്പോൾ റേ എങ്ങനെ അങ്ങ് പോകേണ്ടതാണ്? റേ ആക്ച്വലി ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്. ഈ റേ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല. ഈ റേ ഇങ്ങനെ അങ്ങ് പോകേണ്ട റേ ആണ്, ഇങ്ങനെ അങ്ങ് പോകുന്നില്ല. പകരം ഈ റേ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെയാണെങ്കിൽ നമുക്ക് ഇതൊരു ഡെൻസിറ്റി, ഈ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്, ഇത് ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. സോ ഇത് ഒരു ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. സോ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് ചരിഞ്ഞ് പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്ക് അത്, അല്ലെങ്കിൽ ആ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൻ്റെ നോർമലിലേക്ക് അത് ഡിഫ്ലക്റ്റ് ചെയ്യും. സോ ഇതെന്ത് ചെയ്യും? ലൈറ്റ് ഇങ്ങനെ അങ്ങ് പോകുന്ന ലൈറ്റാണ്, അതെന്ത് ചെയ്യും? നോർമലിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. സോ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് ലൈറ്റ് എന്ത് ചെയ്യും? നോർമലിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ കാര്യം മനസ്സിലായില്ലേ? ഇനിയാണെങ്കിൽ ഞാൻ ഇവിടെയും ഒരു നോർമൽ വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാൻ അടുത്ത നോർമൽ വരയ്ക്കാൻ പോവുകയാണ്. ഞാൻ അടുത്ത നോർമൽ വരച്ചു. സോ ലൈറ്റ് ആണെങ്കിൽ, ലൈറ്റ് റേ ആണെങ്കിൽ എങ്ങനെ അങ്ങ് പോകേണ്ടതാണ്? ലൈറ്റ് റേ ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്. ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ നേരെ അങ്ങ് പോകേണ്ടതാണ്. സോ നേരെ പോവുകയില്ല. ഈ ലൈറ്റ് റേ ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്, അങ്ങനെ പോവുകയില്ല. പിന്നെ ഈ ലൈറ്റ് റേ എങ്ങനെയാണ് പോകേണ്ടത്? നോക്ക്, ഇത് നോർമലാണ്, ഇത് നോർമലാണ് എൻ, ഇത് നോർമലാണ് എൻ എന്ന് പറയുന്നത്. സോ ഈ നോർമലിൽ നിന്നും അകന്ന് പോകാൻ ശ്രമിക്കും. കാര്യം ഇത് ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണല്ലേ, എയർ ആണ്. സോ നോർമലിൽ നിന്നും ലൈറ്റ് റേ നോർമലിൽ നിന്നും അകന്ന് പോകാൻ നോക്കും. സോ ഇത് നോർമലാണ്, ഇത് നോർമലാണ്, ഈ നോർമലിൽ നിന്നും അകന്ന് പോകണം. അപ്പോൾ ഇങ്ങനെയല്ല പോകേണ്ടത്, എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് പോകും. സോ ഇങ്ങനെ വരയ്ക്കണം. ഈ കാര്യം മനസ്സിലായോ? നോർമലിൽ നിന്നും അകന്നു പോയി, ഇങ്ങനെ പോകേണ്ടതായിരുന്നു, അകന്നു പോയി. സോ ഇതാണ് എമർജിങ് റേ. ഇത് ഇൻസിഡൻറ്റ് റേ ആണ്, ഇത് എമർജിങ് റേ ആണ്. സോ ബേസിക്കലി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ലൈറ്റ് റേ ഇങ്ങനെ അങ്ങ് പോകേണ്ട ലൈറ്റ് റേ ആയിരുന്നു. ആ ലൈറ്റ് റേ എങ്ങനെയാണ് പോയത്? ലൈറ്റ് റേ ഇങ്ങനെയാണ് പോയത്. സോ എങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആയിരുന്നു? ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആയിരുന്നു. ഇങ്ങനെയാണ് ലൈറ്റ് റേ പോകേണ്ടത്. പക്ഷെ എങ്ങനെയാണ് പോയത്? അത് ഇങ്ങനെയാണ് പോയത്. സോ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ്, ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഡി. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ. അതുപോലെ ഇതാണ് ആംഗിൾ ഓഫ് എമർജൻസ് ഇ. സോ ഇത്ര ആംഗിൾ മനസ്സിലായോ? സോ ഇവിടെ ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസ് ആണ്. അപ്പം പടം വരയ്ക്കാൻ ആദ്യം മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ പടം വരയ്ക്കുക എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് പേര് കൊടുക്കാം എ, ഇതിനെ നമുക്ക് പി എന്ന് കൊടുക്കാം, ഇത് എസ് എന്ന് കൊടുക്കാം, ഇത് ക്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എല്ലാത്തിനും പേര് കൊടുത്തു. സോ ഇത് നോക്കിയാൽ മനസ്സിലാവും നമുക്ക്. ഇവിടെയാണെങ്കിൽ ഇൻസിഡൻറ്റ് ആംഗിൾ ഉണ്ടായിരുന്നു, അതുപോലെ ഇവിടെ റിഫ്രാക്റ്റർ ആംഗിൾ ഉണ്ടാവും. സോ എങ്ങനെയായാലും ലൈറ്റ് ഇങ്ങനെ അങ്ങ് പോകുന്ന ലൈറ്റാണ്, അത് ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്തു. സോ ഇത് നോർമലാണ്. റിഫ്രാക്റ്റഡ് റേ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഞാൻ R1 എന്ന് വിളിക്കും. മനസ്സിലായോ? അതുപോലെ ഇവിടെയും ഒരു റിഫ്രാക്റ്റർ റേ ഉണ്ട്. നോക്ക്, ഈ റേ ആണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്, ഇങ്ങനെ അങ്ങ് പോകേണ്ടതാണ്. ഞാൻ ഈ റേയെ ഓൾറെഡി എമർജിങ് റേ എന്ന് വിളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുകയാണ് ഈ റേ എന്ന് പറയുന്നത് റിഫ്രാക്റ്റ് ചെയ്യേണ്ട റേ ആണ്. സോ ഞാൻ ഈ ആംഗിൾ R1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ആംഗിളിനെ ഞാൻ R2 എന്ന് വിളിക്കാൻ പോവുകയാണ്. ഇത്രയും മനസ്സിലായോ? സോ R1 R2 എന്താണ്? R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേ, ഇതിൻ്റെ ഇൻസിഡൻറ്റ്, ഈ ഒരു സർഫസിൻ്റെ ഇൻസിഡൻറ്റ് ആംഗിളാണിത്. ഈ ഒരു സർഫസിൻ്റെ ഇൻസിഡൻറ്റ് ആംഗിളാണിത്. ഞാൻ R2 എന്ന് വിളിച്ചു.
കാര്യം ഞാൻ ഓൾറെഡി എമർജിങ് റേ, ഈ റേക്ക് പേര് കൊടുത്തു കഴിഞ്ഞു, എമർജിങ് റേ എന്ന് പേര് കൊടുത്തു കഴിഞ്ഞു. സോ ഞാനെങ്കിൽ ഈ ആംഗിൾ ഞാൻ എമർജിങ് ആംഗിൾ എന്ന് വിളിച്ചു കഴിഞ്ഞു. സോ ഇത് എമർജിങ് ആംഗിൾ ആണെങ്കിൽ ഞാൻ ഇതിനെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റഡ് ആംഗിൾ R2. ജസ്റ്റ് ഞാൻ R2 എന്ന് പേര് കൊടുത്തു. ഇനി റിഫ്രാക്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, പക്ഷേ ഞാൻ പേര് കൊടുത്തു R2. സോ ജസ്റ്റ് 2 പേര് കൊടുത്തു, R1 R2. മനസ്സിലായോ? ഇത് എവിടെയാണ് പേര് കൊടുത്തേക്കുന്ന ഈ ആംഗിൾ? ഈ ലൈറ്റ് ബെൻഡ് ചെയ്ത് കണ്ടോ, നമ്മുടെ റിഫ്രാക്റ്റ് ചെയ്ത് പ്രിസത്തിനകത്ത് റിഫ്രാക്റ്റ് ചെയ്തുണ്ടായ 2 ആംഗിളാണ് R1ഉം R2. ഇത്ര മനസ്സിലായോ? ഓക്കെ. ഇനി നോക്കുക, ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു 4 സൈഡുള്ള ഒരു രൂപമുണ്ട്. നിങ്ങൾ ഇങ്ങനെ 4 സൈഡുള്ള ഏത് രൂപം കിട്ടിക്കഴിഞ്ഞാലും, ഒരു രൂപത്തിന് 4 സൈഡുണ്ട്, എങ്ങനെ ആയിക്കോട്ടെ 4 സൈഡുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നിങ്ങൾ എങ്ങനെ കൂട്ടിയാലും നിങ്ങൾക്ക് എത്ര ആംഗിൾ കിട്ടുമെന്ന് അറിയാമോ? പറ. ഒരു 4 സൈഡുള്ള രൂപത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 ഡിഗ്രി കിട്ടും. മനസ്സിലായോ? അതായത് ഈ ആംഗിൾ, ഞാൻ ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ എ എന്ന് വിളിച്ചോ. പ്രസത്തിന് ആംഗിളാണ് ആംഗിൾ എ. സോ ആംഗിൾ എ പ്ലസ് ഈ ആംഗിളാണ് ആംഗിൾ എസ് പി ക്യു. ആംഗിൾ എസ് പി ക്യു ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഇത് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. ഈ കാര്യം മനസ്സിലായോ? കാര്യം നിങ്ങൾ ഈ ഒരു സൈഡ് നോക്കുക, ഈ ഒരു ഞാൻ ഇനി വരയ്ക്കാൻ പോകുന്ന ഈ ഒരു ഭാഗം നോക്കുക. നാല് സൈഡുള്ള ഒരു രൂപമാണ്. കണ്ടോ? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ 2 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? നിങ്ങൾക്ക് 180 ഡിഗ്രി കിട്ടും. ഇത് മനസ്സിലായോ? ഓക്കെ. അങ്ങനെയെങ്കിൽ ഞാൻ ചെറിയ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ഈ ചെറിയ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ട്രയാങ്കിൾ ഏതാണ് നോക്ക്. ഞാനൊരു ചെറിയ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ട്രയാങ്കിൾ കണ്ടോ? ട്രയാങ്കിൾ പേരെന്താണ്? ട്രയാങ്കിൾ എസ് പി ക്യു. സോ ട്രയാങ്കിൾ എസ് പി ക്യു. ഈ ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ എസ് പി ക്യു എന്ന ട്രയാങ്കിൾ എടുത്തു. ഈ ട്രയാങ്കിളിലാണെങ്കിൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോൾ നമ്മൾ ഈ 3 ആംഗിളും കൂട്ടുമ്പോൾ ഏത് ആംഗിളാണ്? ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് ആംഗിൾ എസ് പി ക്യു. ട്രയാങ്കിളിനകത്തുള്ള എല്ലാ ആംഗിളും കൂട്ടാൻ പോവുകയാണ്. സോ ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ, ട്രയാങ്കിളിനകത്തുള്ള എല്ലാ ആംഗിളും കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും. ശരിയാണോ? അതായത് ഈ 2 ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയും ആര് കിടപ്പുണ്ട്? എസ് പി ക്യു കിടപ്പുണ്ട്. ഇവിടെയും ആര് കിടപ്പുണ്ട്? ആംഗിൾ എസ് പി ക്യു കിടപ്പുണ്ട്. സോ ഇവിടെയും എസ് പി ക്യു കിടപ്പുണ്ട്, ഇവിടെയും എസ് പി ക്യു കിടപ്പുണ്ട്. ഇവിടെയും 180 ഡിഗ്രിയാണ്, ഇവിടെയും 180 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ആരും ഈക്വൽ ആയിരിക്കും? ആരും ഈക്വൽ ആയിരിക്കും? ആംഗിൾ എ എന്ന് പറയണത് R1 പ്ലസ് R2 ഈക്വൽ ആയിരിക്കും. കാര്യം ഇത് രണ്ട് ഇക്വേഷനാണ്. ഇവിടെയും ഒരു ടേം ഉണ്ട്, ഇവിടെയും അതേ ടേമുണ്ട്. അതിൻ്റെ ആൻസറും സെയിം ആണ്. അതായത് ഇവിടെ കിടക്കുന്ന ആരായിരിക്കും? ആംഗിൾ എ ആണെങ്കിൽ ഇത് ആംഗിൾ എ ആർക്ക് ഈക്വൽ ആയിരിക്കും? ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 ഈക്വൽ ആയിരിക്കും. ഈ കാര്യം മനസ്സിലായോ? ഓക്കെ. സോ നമ്മൾ പറയുകയാണ് ആംഗിൾ എ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2. ഇത്രയും ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞൻ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഇക്വേഷനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. ഇവിടെയാണെങ്കിൽ ഞാൻ അടുത്ത ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ട്രയാങ്കിൾ നോക്കണേ, എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ നോക്കണേ. ഈ ട്രയാങ്കിൾ കണ്ടോ? ഈ ട്രയാങ്കിളാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇത് ഐ ആണെങ്കിൽ ഇത് ഫുൾ എത്രയായിരിക്കും? ഐ തന്നെയാണ്. ഇത് ഐ ആണെങ്കിൽ നമുക്ക്
ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇത് ഐ ആണെങ്കിൽ ഇത് ഫുൾ എത്രയായിരിക്കും? ഐ തന്നെയായിരിക്കും. സോ ഇത് ഐ ആണ്, ഇത് ഫുൾ ഐ ആണ്. ഇത് എത്രയാണ്? R1 ആണ്. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇതെന്ന് പറയണത്, ഈ ആംഗിൾ എന്ന് പറയണത് ഐ മൈനസ് R1 ആണ്. മനസ്സിലാവുണ്ടോ? സോ നിങ്ങൾ പടം വരയ്ക്കും കുറച്ച് വലുതായിട്ട് വരയ്ക്കണം, അല്ലെങ്കിൽ കുറച്ച് ഇതെല്ലാം കൂടെ ഞെരുങ്ങി നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിലോട്ട് മാറും. സോ നമുക്ക് മനസ്സിലായി ഇത് എത്രയാണ്? ഐ മൈനസ് R1 ആണ്. അതുപോലെ ഇത് ഫുള്ളും ഇ ആണ്. അതായത് ഇത് ഫുള്ളും എത്രയാണ്? ഇ ആണ്. ഇത് ഫുള്ളും ഇ ആണ്. നോക്ക്, ഈ ലൈൻ ഇങ്ങോട്ട് വരികയാണ്, ഈ ലൈൻ നേരെ ഇങ്ങോട്ട് പോവുകയാണ്. സോ ഇത് ഇ ആണെങ്കിൽ ഇത് ഫുള്ളും ഇ ആണ്. ഇത് R2 ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും? ഇ മൈനസ് R2. സോ ഇ മൈനസ് R2. ഇത് മനസ്സിലായോ? ഇത് ഐ മൈനസ് R1, ഇത് ഇ മൈനസ് R2. ഈ ട്രയാങ്കിൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ ട്രയാങ്കിൾ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ട്രയാങ്കിൾ വരച്ചു. ഇത് ആംഗിൾ എത്രയാണ്? ഇത് ഐ മൈനസ് R1 ആണ്. ഈ ആംഗിൾ എത്രയാണ്? അത് ഇ മൈനസ് R2 ആണ്. ഈ രണ്ട് ആംഗിൾ കൂട്ടുന്നത് ആർക്ക് ഈക്വൽ ആണ്? അത് ഡിക്ക് ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പറയാം, അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. നമുക്ക് പറഞ്ഞേ, ഐ മൈനസ് R1 പ്ലസ് ഇ മൈനസ് R2 വിച്ച് ഈസ് ഈക്വൽ ടു ആരാണ്? ഡി ആണ്. നമുക്കാണെങ്കിൽ ഈ മൈനസ് R1 ഇവിടെ മൈനസ് R2 കൊണ്ട് നമുക്ക് ഒരുമിച്ച് എഴുതാം. നോക്കേ, ഇങ്ങനെ എഴുതാം. നമുക്കിങ്ങനെ എഴുതിക്കൂടെ? ഐ ഞാൻ അതുപോലെ എഴുതി, ഇവിടെ പ്ലസ് ഇ ഉണ്ട്. സോ ഐ ഞാൻ അതുപോലെ എഴുതി, ഇവിടെ എന്തുണ്ട്? പ്ലസ് ഇ ഉണ്ട്. പിന്നെ ആരുണ്ട് ഇവിടെ? ഇവിടെ മൈനസ് R1 ഉണ്ട്. പിന്നെ ഇവിടെ ആരുണ്ട്? മൈനസ് R2 ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ഡി ആണ്. ഇവിടെ നിന്ന് നമുക്ക് മൈനസ് കോമൺ എടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? നമുക്ക് കിട്ടും ഐ പ്ലസ് ഇ മൈനസ് കോമൺ എടുത്താൽ കിട്ടും R1 പ്ലസ് R2. മനസ്സിലാവുണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു ഡി. ഈ R1 പ്ലസ് R2 എന്താണ്? നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട്, എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. R1 പ്ലസ് R2 എന്താണ്? എ ആണ്. സോ നമുക്ക് മനസ്സിലായി ഐ പ്ലസ് ഇ മൈനസ് എന്താണ്? എ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി. ഇതെല്ലാം ആംഗിൾസ് ആണ്. സോ ഇപ്പോഴും ഈ ആംഗിളിൻ്റെ സൈൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം ആംഗിൾസ് ആണ്. നമുക്ക് അടുത്ത ഇക്വേഷനും കിട്ടി. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷനിൽ നമുക്ക് വേണമെങ്കിൽ ഐയെ കണ്ടുപിടിക്കാം. വേണ്ട, ഇവിടെ തന്നെ കിടക്കട്ടെ. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെയിൻ ഇക്വേഷനും സെക്കൻഡ് മെയിൻ ഇക്വേഷനും മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളൊരു പുതിയ കാര്യം പറയാൻ പോവാണ്. ഞാൻ ഇൻസിഡൻ്റ് ആംഗിളിൻ്റെ വാല്യൂ വ്യത്യസ്തങ്ങളായ ആംഗിൾ എടുത്തു. വ്യത്യസ്തങ്ങളായ ഇൻസിഡൻ്റ് ആംഗിൾ എടുത്തു. സോ ഞാൻ വ്യത്യസ്തങ്ങളായ ഇൻസിഡൻ്റ് ആംഗിൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഡീവിയേഷൻ്റെ വാല്യൂ വ്യത്യസ്തമായി കിട്ടി. അപ്പോൾ ആരുടെ വാല്യൂ മാറുന്നതനുസരിച്ച്, ഇൻസിഡൻ്റ് ആംഗിൾ മാറുന്നതനുസരിച്ച് ആരുടെ വാല്യൂ മാറുന്നതായിട്ട് മനസ്സിലായി? ആംഗിൾ ഓഫ് ഡീവിയേഷനും മാറുന്നതായിട്ട് മനസ്സിലായി. ഇത് എക്സ്പെരിമെൻ്റ് വഴി ചെയ്തതാണ്. അപ്പോൾ ഐൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ആരുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു? ഡി. ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ആംഗിൾ എടുത്തപ്പോൾ, എക്സ്പെരിമെൻ്റ് വഴി കണ്ടുപിടിച്ചതാണ്, ഒരു പർട്ടിക്കുലർ ആംഗിളിൽ എനിക്ക് ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ വാല്യൂ ഏറ്റവും മിനിമം കിട്ടി, ഏറ്റവും ചെറിയ വാല്യൂ കിട്ടി. അപ്പം ഡീവിയേഷൻ ഏറ്റവും ചെറുത് കിട്ടിയത് ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ്. സോ ഞാൻ പറയുകയാണ്, ആ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഐ എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആരുടെ വാല്യൂ മിനിമമായി? ഡിയുടെ വാല്യൂ മിനിമമായി. ഇത്ര മനസ്സിലായോ? സോ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻ്റ് ആംഗിളിൽ, ഞാൻ ഇൻസിഡൻ്റ് ആംഗിൾ ഇങ്ങനെ വ്യത്യസ്തമായ ആംഗിൾ വെച്ചു. സോ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ ആരുടെ വാല്യൂ മിനിമമായി? ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ വാല്യൂ മിനിമമായി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഏത് ആംഗിളിലാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആകുന്നത്? നോക്കിയപ്പോഴത്തേക്കും ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കണം? ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആയിരിക്കണം. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് എമർജൻറ്റിന് ഈക്വൽ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഡീൻ്റെ വാല്യൂ മിനിമം ആയിരിക്കും.
ഫസ്റ്റ് കാര്യം മനസ്സിലായോ? അപ്പോൾ എപ്പോഴാണ് മിനിമം ഡീവിയേഷൻ കിട്ടുന്നത്? എപ്പോഴാണ് മിനിമം ഡീവിയേഷൻ കിട്ടുന്നത്? ഇൻസിഡൻറ്റ് ആംഗിൾ, ഈ ഇൻസിഡൻറ്റ് ആംഗിൾ ആർക്ക് ഈക്വൽ ആയിരിക്കണം? ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആയിരിക്കണം. ഉറപ്പാണേ? മനസ്സിലായല്ലോ? അതുപോലെ റിഫ്രാക്റ്റ് ചെയ്യപ്പെട്ട റേ കണ്ടോ, പ്രിസത്തിനകത്തൂടെ കടന്നു പോകുന്ന റിഫ്രാക്റ്റ് ചെയ്യപ്പെട്ട ഈ റേ കണ്ടോ, ഈ റേ കണ്ടോ, ഈ റേ കണ്ടോ, ഈ റേ എന്ന് പറയണത് ബേസിന് പാരലായിരിക്കണം. സോ റിഫ്രാക്റ്റഡ് റേ ആർക്ക് പാരലായിരിക്കണം? റിഫ്രാക്റ്റഡ് റേ പാരലൽ ടു ബേസ്. റിഫ്രാക്റ്റഡ് റേ എന്ന് പറയണത് ബേസിന് പാരലായിരിക്കണം. സോ ഇത് രണ്ടും എന്തായിരിക്കണം? പാരലായിരിക്കണം. അപ്പോൾ മിനിമം ഡീവിയേഷൻ കിട്ടുന്നുള്ള കണ്ടീഷൻ പറഞ്ഞ് ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എമർജിങ് ആംഗിളിന് ഈക്വൽ ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷനാണ്. അടുത്ത അതേ സമയത്ത് എന്തൊക്കെ സംഭവിക്കും? റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് നമ്മളുടെ ബേസിന് പാരലായി കടന്നു പോകും. അതുമാത്രമല്ല, ഇനിയും പ്രത്യേകതയുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R1 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈ R1 എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? R2ന് ഈക്വൽ ആയിരിക്കും. സോ ഈ 3 കാര്യങ്ങൾ നടക്കും. എന്തൊക്കെ നടക്കും? മിനിമം ഡീവിയേഷനിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആംഗിൾ കൊടുത്തു. ആ സമയത്ത് നമ്മളുടെ ആംഗിൾ മിനിമം കിട്ടി, ഡീവിയേഷൻ ആംഗിൾ മിനിമം കിട്ടി. ഈ സമയത്ത് എന്തൊക്കെ സംഭവിക്കും? നമ്മൾ എക്സ്പെരിമെൻറ്റിൽ കണ്ടുപിടിച്ചതാണ്. എന്തൊക്കെയാണ്? ഇൻസിഡൻറ്റ് ആംഗിൾ എമർജിങ് ആംഗിളിന് ഈക്വൽ ആയിരിക്കും. റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് നമ്മുടെ ബേസിന് പാരലായിട്ട് കടന്നു പോകും. അതുപോലെ ഈ ഉണ്ടാക്കുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇത്രയും മനസ്സിലായോ? ഉറപ്പാണേ? ഓക്കെ. സോ നമ്മളിവിടെ കുറച്ച് മായ്ക്കാൻ പോവാണ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ആംഗിൾ എ വിച്ച് ഈസ് ഈക്വൽ ടു R1ഉം R2ഉം ഈക്വൽ ആണ്. സോ ഇതിന് R എന്ന് പറയാം, ഇതിന് എനിക്ക് എന്ത് പറയാം? R എന്ന് പറയാം. R പ്ലസ് R എത്രയാണ്? 2R. സോ 2R. ഇത് മനസ്സിലായോ? ഈ ഇക്വേഷൻ എങ്ങനെ മാറും? എ വിച്ച് ഈസ് ഈക്വൽ ടു 2R എന്ന് മാറും. അല്ലെങ്കിൽ R വിച്ച് ഈസ് ഈക്വൽ ടു A/2 എന്ന് മാറും. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ ഇക്വേഷൻ ഇനി എങ്ങനെയാണ് മാറാൻ പോണത്? എങ്ങനെ മാറും പറഞ്ഞേ? ഈ ഇയും ഐയും തുല്യമാണല്ലയോ? അപ്പോൾ എനിക്ക് ഐ എന്ന് പറഞ്ഞാൽ പോരെ? ഇക്ക് പകരം എന്ത് പറഞ്ഞാൽ മതി? ഇനി ഐ എന്ന് പറഞ്ഞാൽ മതി. സോ ഇത് ഐ ആണ്, ഇതും ഐ എന്ന് പറഞ്ഞാൽ മതി. ഇതെന്താണ്? എ ആണ്. സോ ഐ ഇത് എ ആണ്. നമുക്ക് എ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം. അതെന്താണ്? 2R ആണ്. ഓക്കെ, വിട്ടേക്ക്. ഇത് എ ആണ്. ഡീവിയേഷന് പകരം പറഞ്ഞാൽ മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മതി, ഡി മിനിമം എന്ന് പറഞ്ഞാൽ മതി. ചില ആൾക്കാർ അതിനെ ക്യാപിറ്റൽ ഡി എന്ന് സൂചിപ്പിക്കാറുണ്ട്. നമ്മൾ പറയും ഡി മിനിമം ഡീവിയേഷൻ. സോ മിനിമം ഡീവിയേഷൻ്റെ പ്രത്യേകം എന്തൊക്കെയാണ് പറഞ്ഞേ? ഐ ഇക്ക് ഈക്വലാണ്. സോ ഐയും ഞാൻ ഈ ഐക്ക് അതുപോലെ ഐ എന്ന് എഴുതി. ഇനി ഇക്ക് പകരം പറയുകയാണ് ഐ എന്ന് പറയുകയാണ്. സോ എത്രയായി? 2I ആയി. എന്തായി? 2I. ഇത് മനസ്സിലായോ? മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു മിനിമം ഡീവിയേഷൻ. സോ എനിക്ക് ഐൻ്റെ വാല്യൂ വേണം. ഈ മൈനസ് എവിടെ കൊണ്ടുവരും? പ്ലസ് എ മാറും. സോ 2I വിച്ച് ഈസ് ഈക്വൽ ടു എ പ്ലസ് മിനിമം ഡീവിയേഷൻ. അങ്ങനെയെങ്കിൽ ഐ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? എ പ്ലസ് മിനിമം ഡീവിയേഷൻ ഡിവൈഡ് ബൈ 2. സോ നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, അതുപോലെ ഐൻ്റെ വാല്യൂയും കിട്ടിക്കഴിഞ്ഞു. ഇത് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷനിലേക്ക് മുന്നിട്ട് കൊടുക്കാൻ പോവാണ്. നമുക്കറിയാവുന്നൊരു മേജർ ഇക്വേഷൻ ഉണ്ട്. ഇതെല്ലാം വായിച്ചോട്ടെ. നമുക്ക് ഈ 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞല്ലോ. ഓക്കെ, ഇത് വായിക്കുകയാണ്.
സോ എനിക്കിവിടെ ഐൻ്റെയും അതുപോലെ ആറിൻ്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. നമുക്കറിയാവുന്ന മേജർ ഇക്വേഷൻ റിഫ്രാക്ഷൻ ഇക്വേഷനാണ്. സോ റിഫ്രാക്ഷൻ നമ്മൾ പഠിക്കുന്നത്. സോ റിഫ്രാക്ഷൻ ഇക്വേഷനാണ് സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ. സൈൻ ഐ ബൈ സൈൻ ആർ വിച്ച് ഈസ് ഈക്വൽ എന്താണ്? ഇത് എയർ ആണെന്ന് കരുതിക്കോ. നമുക്കറിയാം N2 ഡിവൈഡ് ബൈ N1 ആണ്. സോ ഇത് എയർ ആണെന്ന് കരുതിക്കോ. ചുറ്റുപാടും എന്താണ്? എയർ ആണ്. അപ്പം N1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ N ആണെന്ന് കരുതിക്കോ. N2ന് പകരം ഞാൻ N എന്ന് മാത്രം പറയുകയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു N2 എന്ന് പറഞ്ഞാൽ N ആണ്, ഡിവൈഡ് ബൈ N1 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു N ആണ്. സോ സൈൻ ഐ ഡിവൈഡ് ബൈ സൈൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? N ആണ്. ഈ കാര്യം മനസ്സിലായോ? എന്നത് എന്താണ്? നമ്മുടെ പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമുക്ക് ഐൻ്റെ വാല്യൂ നമുക്കറിയാം. ഐ എന്താണ്? A/2 ആണ്. സോ സൈൻ A/2 ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ എന്താണ്? സോറി, സൈൻ്റെ ഐൻ്റെ വാല്യൂ അല്ല, തെറ്റിപ്പോയി. സൈൻ ഐൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ കിടപ്പുണ്ട്. ഐൻ്റെ വാല്യൂ എന്താണ്? A+D മിനിമം ഡിവൈഡ് ബൈ 2. മിനിമം ഡീവിയേഷൻ ചില ആൾക്കാർ ക്യാപിറ്റൽ ഡി എന്നും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു NCERT ടെക്സ്റ്റിലാണെങ്കിൽ ക്യാപിറ്റൽ ഡി ആയിരിക്കും സൂചിപ്പിക്കുന്നത്. സോ ക്യാപിറ്റൽ ഡി എന്ന് എഴുതിയാലും മതിയാവും. ഡിവൈഡ് ബൈ സൈൻ ആർ. സൈൻ ആർ എന്താണ്? ആർ എന്താണ് ഇവിടെ? A/2 ആണ്. സോ A/2 വിച്ച് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മനസ്സിലായോ? സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ സൈൻ ആംഗിൾ ഓഫ് പ്രിസം പ്ലസ് മിനിമം ഡീവിയേഷൻ ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ സൈൻ A/2. മനസ്സിലായോ? ഓക്കെ. ഇനിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇൻസിഡൻറ്റ് ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആര് മാറിക്കൊണ്ടിരിക്കും? ആംഗിൾ ഓഫ് ഡീവിയേഷൻ മാറിക്കൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ആര് മാറി? ആ ഡീവിയേഷൻ്റെ വാല്യൂ മിനിമമായിട്ട് മാറും. ഇത് മനസ്സിലായോ? സോ ഞാൻ ഇവിടെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇത് എക്സ്പെരിമെൻ്റ് വഴി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ ഗ്രാഫൊക്കെ നിങ്ങൾ വരയ്ക്കും. ലാബിൽ നിങ്ങൾ ഈ ഗ്രാഫൊക്കെ പ്ലോട്ട് ചെയ്യും. സോ ഞാൻ ഇവിടെയാണെങ്കിൽ ഡീവിയേഷൻ മാർക്ക് ചെയ്യാൻ പോവാണ്. ഡീവിയേഷനാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യണത്. സോ വ്യത്യസ്തങ്ങളായ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ വ്യത്യസ്തങ്ങളായ ഡീവിയേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വ്യത്യസ്തങ്ങളായ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കാൻ പോവുകയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇങ്ങനെ കൂട്ടി ഒരു പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നപ്പോഴത്തേക്കും അവിടെ ഡീവിയേഷൻ്റെ വാല്യൂ എനിക്ക് മിനിമം കിട്ടി. ഡി മിനിമം കിട്ടി. ഈ ഇൻസിഡൻറ്റ് ആംഗിൾ എന്താണ്? ഈ ഇൻസിഡൻറ്റ് ആംഗിൾ പ്രത്യേകം എന്താണ്? ഐ വിച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ കണ്ടീഷൻ എല്ലാം ഇവിടെ വർക്ക് ചെയ്യും. ഇത് മനസ്സിലായോ? ഓക്കെ.